ഇപ്പം 40 കഴിഞ്ഞാൽ 2 റൂമില്ല ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് ഒരു റൂമിൽ. 50 വയസ്സ് കഴിഞ്ഞു, വാപ്പ വിളിക്കും, ആമിന വാ ആമിന, ഒന്ന് പോ മനുഷ്യ, പിള്ളാരൊക്കെ ഇല്ലയോ? പിന്നെ പിള്ളാരുണ്ടെങ്കിൽ എന്താ നിനക്കെന്താ? ഈ ഇരിക്കുന്നതിൽ എത്ര പേരാ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കുന്നത്? ഒന്ന് കൈവക്കിക്ക്, ഞാൻ ഒന്ന് കാണട്ടെ. എടാ, ഞാൻ പ്രായമുള്ളവരുടെ വെച്ചാൽ നിങ്ങളെ കൈവക്കി, മാരെ കൈവക്കണം. എൻ്റെ സഹോദരൻ, നമ്മളിൽ പലര് പേരും 2 റൂമിലാണ് കിടക്കണേ. അപ്പൊ നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയേ? എന്താ സലീം ഹുസൈൻ ചോദിച്ചു, ശരിയല്ലേ? സലീം ഹുസൈൻ ചിരിക്കാം. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, മക്കൾ എന്തോ വിചാരിക്കട്ടെ, നമുക്കത് കാര്യമില്ല. മക്കൾ എന്തോ വിചാരിക്കട്ടെ, ഭർത്താവും ഭാര്യയും മരിക്കുന്ന ചില വീടുകളിൽ ചിലപ്പോൾ ഒരുമിച്ച് കിടക്കുന്നില്ലായിരിക്കാം, പക്ഷെ 2 കട്ടിലുകൾ. 65 വയസ്സുള്ള മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ ഖദീജ ബീവി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ സമയത്തായിരുന്നു. ആ പ്രായം ചെന്ന സമയത്തായിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മരണസമയം നിങ്ങൾ എടുത്തു നോക്ക്. രോഗം പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65-ാമത്തെ വയസ്സിൽ മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആ തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ ഖദീജ ബീവിയുടെ ചാരത്ത് പോയിരുന്നിട്ട് റസൂലുള്ളാഹി തങ്ങള് മുഖത്തിങ്ങനെ തലയിൽ തലോടിയിട്ട് അവിടെ നിന്ന് സമാധാനിപ്പിക്കുമായിരുന്നു. ഖദീജ, നീ ആരാ? അല്ലാഹ് സലാം പറഞ്ഞവളാ ഖദീജ, നീ അല്ലാഹ് സലാം പറഞ്ഞവളാ, ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞവളാ. ഒരിക്കൽ ചരിത്രം പറയുന്നുണ്ട്, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, നിർത്താറായോപ്പാ? 10:30 നിർത്താം. ഷൗക്കണ്ണ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. മോൻ വന്നില്ലേ എന്നെ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നോക്കുമ്പോൾ ഭക്ഷണം എടുത്തു വെച്ചു, പ്രവാചകനെ കാണുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ വരാതെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം കഴിക്കാറില്ല. ഭർത്താവ് വന്നിട്ട് ഒരുമിച്ചാ കഴിക്കാറ്. ഭർത്താവിന് ഭക്ഷണം എടുത്തു വെച്ച് കാണുന്നില്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വലിയ ടെൻഷനായി. ഭർത്താവിനെ കാണുന്നില്ല, മുത്തുനബിയെ കാണുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീബി വീടിന്റെ പുറത്ത് അങ്ങനെ പോകാറില്ല. അതിനെ ഖദീജ ബീബിയുടെ ചരിത്രം എടുത്ത് നോക്ക്. കച്ചവടത്തിന് പോയപ്പോ മറ്റുള്ളവരെയാ വിട്ടെ, ഖദീജ ബീബി കച്ചവടത്തിന് പോയില്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വളരെ ലജ്ജയുള്ള ആളായിരുന്നു. അവിടെ നിന്ന് ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാണാൻ മുത്തുനബിയെ കാണാതെ വന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിഷമം കാരണം, ഭർത്താവിന് എന്തെങ്കിലും പറ്റിയോ അല്ലാ, വരേണ്ട സമയം കഴിഞ്ഞല്ലോ അല്ലാ, ഒരു വഴിയുമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി. രാത്രി വീടിന്റെ പുറത്തിറങ്ങി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ പേടിച്ചു മുത്തുനബിയെ തെരഞ്ഞു നടക്കുക.